ഹലോ ഓൾ വെൽക്കം ടു ദി എക്കണോമിക് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് MCQs ആണ് റിലേറ്റഡ് ടു ദി ഇന്ത്യൻ ഇക്കോണമി. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് എക്കണോമിക്സിലെ മൊഡ്യൂൾ 5 ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ എനിക്ക് തോന്നുന്നു ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറഞ്ഞിട്ട് ഉള്ള മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വാസ് സെറ്റ് അപ്പ് ഇൻ ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1951 ആൻഡ് ഓപ്ഷൻ ഡി ഇസ് 1952. So the National Development Council basically was set up in 1952. 1952 ഓഗസ്റ്റ് 6-നാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, 1952 ഓഗസ്റ്റ് 6-നാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, 1952 ഓഗസ്റ്റ് 6-നാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്യുന്നത്. സോ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് രാഷ്ട്രീയ വികാസ് പരിഷത്ത്. രാഷ്ട്രീയ വികാസ് പരിഷത്ത് എന്നും എന്തറിയപ്പെടുന്നുണ്ടടാ? നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അറിയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ വികാസ് പരിഷത്ത് എന്നും നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അറിയപ്പെടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ അപ്പെക്സ് ബോഡി ടു ടേക്ക് എ ഡിസിഷൻസ് ഓൺ ദി ഡെവലപ്മെന്റ് മാറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡെവലപ്മെന്റ് മാറ്റേഴ്സിൽ ഡിസിഷൻസ് എടുക്കുന്ന അപ്പെക്സ് ബോഡിയാണ് എന്ന് പറയുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1952 ഓഗസ്റ്റ് 6-നാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്തത്. അതിന്റെ മറ്റൊരു പേരാണ് രാഷ്ട്രീയ വികാസ് പരിഷത്ത്. ഓക്കെ, അടുത്തത് എക്കണോമിക് പ്ലാനിംഗ് ഇസ് എ സബ്ജക്ട് ടു. എക്കണോമിക് പ്ലാനിംഗ് ഏത് ലിസ്റ്റിലാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്, ബി സ്റ്റേറ്റ് ലിസ്റ്റ്, സി കൺകറന്റ് ലിസ്റ്റ് ആൻഡ് ഡി അൺസ്പെസിഫൈഡ് ഇൻ എനി സ്പെഷ്യൽ ലിസ്റ്റ്. അപ്പോൾ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റിലാണ് എക്കണോമിക് പ്ലാനിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഇന്റേണൽ ഫിനാൻസിംഗ് ഓഫ് 5-year plans, the government depends on A. taxation only, B. taxation and public borrowing, C. public borrowing and deficit financing, D. taxation, public borrowing and deficit financing. So internal financing of 5-year plan is done through this. Its government was done through the taxation, public borrowing and deficit financing. Taxation, public borrowing, deficit financingലൂടെയാണ് 5-year പ്ലാനിങ്ങിന്റെ ഇന്റേണൽ ഫണ്ട് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഇന്റേണൽ ഫിനാൻസിങ് നടത്തുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. The planning commission is a ministry, a government department, an advisory body, an autonomous corporation. So പ്ലാനിംഗ് കമ്മീഷൻ നമുക്കറിയാം അതൊരു അഡ്വൈസറി ബോഡിയാണ്. ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റിലേറ്റഡ് ടു ദി ഡെവലപ്മെന്റ് മാറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അഡ്വൈസ് കൊടുക്കുന്നതിനുള്ള ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേക്ക് ഓഫ് സ്റ്റേജ് ഓഫ് ആൻ ഇക്കോണമി. Take off stage of an economy means option A steady growth begins, economy is stagnant, economy is about to collapse, all controls are removed. എന്താണ് ടേക്ക് ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത്? സോ ടേക്ക് ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം W. റോസ്റ്റോ ആണ് ഈ ഫൈവ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, ഇക്കോണമിയിലെ 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ റോസ്റ്റോ ആണ്. സോ റോസ്റ്റോന്റെ 5 സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്തിലെ ഒരു സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് ടേക്ക് ഓഫ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ആണ്. ഓക്കെ, തേർഡ് സ്റ്റേജ് ആണ് റോസ്റ്റോയുടെ എക്കണോമിക് ഗ്രോത്തിലെ തേർഡ് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് ടേക്ക് ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും എത്ര സ്റ്റേജസ് ആണുള്ളത്? 5 സ്റ്റേജസ് ആണ് റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബേസിക്കലി എത്ര സ്റ്റേജസ് ആണ്? 5 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് വന്നിട്ട് ട്രഡീഷണൽ സൊസൈറ്റി. ഓക്കെ, ആദ്യത്തെ സ്റ്റേജിന്റെ പേരാണ് ട്രഡീഷണൽ സൊസൈറ്റി. ട്രഡീഷണൽ സൊസൈറ്റി. ട്രഡീഷണൽ സൊസൈറ്റി ആണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് വന്നിട്ട് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്. എന്താണ്? പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്. ടേക്ക് ഓഫ്. ദെൻ തേർഡ് സ്റ്റേജ് വന്നിട്ട് ദി ടേക്ക് ഓഫ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇതാണ്, ടേക്ക് ഓഫ് സ്റ്റേജ് ആണ് തേർഡ് സ്റ്റേജ്. ദെൻ ഫോർത്ത് സ്റ്റേജ് ഡ്രൈവ് ടു മെച്യൂരിറ്റി. എന്താണ്? ഡ്രൈവ് ടു മെച്യൂരിറ്റി. ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് ആണ്, ഫിഫ്ത്ത് ഫൈനൽ ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഹൈ മാസ് കൺസംഷൻ. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള റോസ്റ്റർ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ സൊസൈറ്റി. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സൊസൈറ്റി ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രീ കണ്ടീഷൻസ് ഓഫ് ടേക്ക് ഓഫ് ആണ്. തേർഡ് സ്റ്റേജ് വന്നിട്ട് എന്താണ്? ദ ടേക്ക് ഓഫ് ആണ്. ദെൻ ഫോർത്ത് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? ഡ്രൈവ് ടു മെച്യൂരിറ്റി. ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് ആണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. അപ്പോ ഈ എന്താണ് 5 സ്റ്റേജസിലൂടെയാണ് ഒരു ഇക്കോണമി കടന്നു പോവാന്നാണ് നമ്മുടെ റോസ്റ്റോ സ്റ്റേജസിന്റെ ഗ്രോത്ത്, റോസ്റ്റോന്റെ ഡെവലപ്മെന്റ് തിയറിയിൽ പറയുന്നത്. സോ ഇതില് നമ്മൾ പറഞ്ഞു, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടേക്ക് ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഓക്കെ, സോ ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇക്കോണമി ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അവിടെ എന്താണ്? അഗ്രോ ബേസ്ഡ് സൊസൈറ്റി ആണ്. ഇന്റൻസീവ് ആയിട്ടുള്ള ലേബർ ടെക്നോളജീസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ബാർട്ടർ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വളരെ ലോ ആണ്. സോ ട്രഡീഷണൽ സൊസൈറ്റിയിൽ പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫിലേക്ക് എത്തുമ്പോൾ എന്താണ്? ഇക്കോണമി ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് എത്തുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇക്കോണമി എന്താണ്? ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് എത്തുന്നു എന്നാണ് റോസ്റ്റോ പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്തത് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കോണമി ഒരു ഗ്രോത്തിലേക്ക്, ഒരു സ്റ്റഡി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഇക്കോണമിയിൽ വരുന്നു. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു സ്റ്റേജ് കൂടിയാണ് ഈ ടേക്ക് ഓഫ് എന്ന്. ചിലപ്പോൾ ഇനി നെക്സ്റ്റ് എക്സാമിന് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം ഇൻഡസ്ട്രിയലൈസേഷൻ ഏത് സ്റ്റേജിലായിരുന്നു. അപ്പം ടേക്ക് ഓഫ് ആണ്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഡൈനാമിക് അല്ലെങ്കിൽ സ്റ്റഡി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നു ഇക്കോണമിയിൽ. സോ അത് തേർഡ് സ്റ്റേജ് ആണ്. ദെൻ ഡ്രൈവ് ടു മെച്യൂരിറ്റി. ഡ്രൈവ് ടു മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ഇക്കോണമി അച്ചീവ് ചെയ്യും. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്തത് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കൂടുതലും ആളുകൾ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നു, അതിനനുസരിച്ച് കൺസംഷൻ നടക്കുന്നു. പിന്നെ എന്താണ്? ആളുകളുടെ റിയൽ ഇൻകം കൂടുന്നു. ആളുകൾ കുറച്ചും കൂടെ എന്താണ്? ഒരു ലക്ഷറി ലൈഫിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് സ്റ്റേജ്. സോ ഇതാണ് റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ചിലപ്പോൾ എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് ചോദിക്കാം. ഇത് അറേഞ്ച് ചെയ്യാൻ പറയാം, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയാം. ഇതിലെ ഓരോ ഫീച്ചേഴ്സ് എടുത്ത് ചോദിച്ചിട്ട് ഏത് സ്റ്റേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ, സോ ഇതാണ് റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അപ്പൊ ടേക്ക് ഓഫ് സ്റ്റേജ് ഏതിലാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്കിവിടെ ഓപ്ഷൻ എയിലാണ് ടേക്ക് ഓഫ് സ്റ്റേജ് വരുന്നത്. ടേക്ക് ഓഫ് സ്റ്റേജ് ഓപ്ഷൻ എ, സ്റ്റഡി ഗ്രോ ബിഗിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എബോവ് 46% ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ ഇന്ത്യ എൻഗേജ്ഡ് ഇൻ. ഇന്ത്യയുടെ 46% ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എൻഗേജ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം 3 സെക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ. സോ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ ആണ് അല്ലെ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ നമുക്കറിയാം ടേർഷ്യറി സെക്ടർ ഇതൊരു സർവീസ് സെക്ടർ ആണ്. സോ
ഇതില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകള് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സെക്ടർ ആണ് എന്ന് ചോദിച്ചാൽ പ്രൈമറി സെക്ടർ ആണ്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ GVA ഗ്രോത്ത് ഉള്ള സെക്ടർ എന്ന് പറയുന്നത് ടെർഷ്യറി സെക്ടർ ആണ്. പക്ഷേ എന്താണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈമറി സെക്ടർ ആണ്. ഏകദേശം എത്രയാണ് റീസെന്റ് എക്കണോമിക് സർവേയില് ഏകദേശം 46.30% ഓഫ് ഷെയർ നമ്മുടെ പ്രൈമറി സെക്ടർ ആണ്. ഓക്കെ, അടുത്തത് എക്കണോമിക് സർവേ ഇസ് പബ്ലിഷ്ഡ് ബൈ ആരാണ് എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് അല്ലെ എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ചീഫ് എക്കണോമിക് അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരമാണ്. സോ നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസമാണ് ബോത്ത് സഭകളിൽ, അതായത് പാർലമെന്റിലെ ഇരു സഭകളിലും ഈ എക്കണോമിക് സർവേ അവതരിപ്പിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം. ഓക്കെ, ദെൻ നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആരാണ്? അനന്ത നാഗേശ്വരനാണ് കേട്ടോ. അനന്ത നാഗേശ്വരനാണ് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് എക്കണോമിക് അഡ്വൈസർ എന്ന് പറയുന്നത്. അപ്പൊ ചീഫ് എക്കണോമിക് അഡ്വൈസറിന്റെ നേതൃത്വത്തിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസറിന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, ഇന്ത്യ ഹാസ് സോഷ്യലിസ്റ്റ് ഇക്കോണമി, ഗാന്ധിയൻ ഇക്കോണമി, മിക്സഡ് ഇക്കോണമി, ഫ്രീ ഇക്കോണമി. എളുപ്പമാണ്, മിക്സഡ് ഇക്കോണമിയാണ്. ഇന്ത്യ മിക്സഡ് ഇക്കോണമിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇനീഷ്യേറ്റ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ വാസ് മെയ്ഡ് ബൈ ആരാണ്? M. വിശ്വേശ്വരയ്യയാണ്. ഓക്കെ, M. വിശ്വേശ്വരയ്യയാണ് ഇന്ത്യയിലെ എന്താണ് എക്കണോമിക് പ്ലാനിങ്ങിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഹു റോട്ട് ദ ബുക്ക് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ? സോ അത് നമ്മുടെ M. വിശ്വേശ്വരയ്യയുടെ ബുക്ക് തന്നെയാണ്, പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാദാബായ് നവറോജി തിയറൈസ്ഡ് ഓൺ ദ ഡ്രെയിൻ ഓഫ് ദ വെൽത്ത് ഫ്രം ഇന്ത്യ ഇൻ ഹിസ് ബുക്ക് Poverty of economic drain in British India, Poverty and un-British rule in India, Poverty under British rule in India, and Poverty in British rule in India. ഏതാണ് correct answer? Poverty and un-British rule in India. Okay, Poverty and un-British rule in India എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്നാണ് അത് അറിയപ്പെടുന്നത് പറയുന്നത്. ഓക്കെ, സോ 1901 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1901 ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, പബ്ലിഷ്ഡ് ബൈ ദാദാബായ് നവറോജി, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1901, and he theorized the drain of wealth in this book, Poverty and Un-British Rule in India. Okay, next, the phenomena of increasing prices but declining output and employment indicate. നമുക്കറിയാം എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് പ്രൈസസ് ആണ് അല്ലെ. ഇൻക്രീസിങ് പ്രൈസസ് മീൻസ് ഇൻഫ്ലേഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇക്കോണമിയിൽ എന്താണ് ഔട്ട്പുട്ട് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ അൺഎംപ്ലോയ്മെന്റും ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ഡിക്ലൈനിങ് മീൻസ് എംപ്ലോയ്മെന്റ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ഡിക്ലൈനിങ് മീൻസ് അവിടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് എന്നാണ്. അപ്പോ ഇക്കോണമി എന്താണ് പ്രൈസ് ഹൈക്ക്, അതായത് ഇൻഫ്ലേഷനും അതിനോടൊപ്പം തന്നെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഒരു ഡിക്ലൈനും അൺഎംപ്ലോയ്മെന്റും എക്സ്പീരിയൻസ് ചെയ്യുകയാണ് എങ്കിൽ, അതായത് ലോ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ലോ എക്കണോമിക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലോ എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രൈസസ് ആണ് എങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇക്കോണമിയില് ഇൻഫ്ലേഷനോടൊപ്പം തന്നെ എന്താണ് അവിടെ ഔട്ട്പുട്ട് ഡിക്ലൈൻ ചെയ്യാണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്കോണമി സ്റ്റാഗ്ഫ്ലേഷൻ ലാണെന്ന് പറയാം, സ്റ്റാഗ്ഫ്ലേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു പറയാം. ഓക്കെ, which of the following 5-year plan recognized human development as the core development? ഹ്യൂമൻ ഡെവലപ്മെന്റ്
കോർ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു റെക്കഗ്നൈസ് ചെയ്ത അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒരു കോർ ഡെവലപ്മെന്റ് എഫേർട്ട് ആയിട്ട് എടുത്തിട്ടുള്ള 5-year പ്ലാൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8th 5-year പ്ലാനിലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള 5-year പ്ലാൻ എന്ന് പറയും. ഓക്കെ, 8th 5-year പ്ലാൻ ആണ്. നെക്സ്റ്റ്, in which 5-year plan preference was given to weaker section of the society? Second, third, fourth, fifth. ഏത് 5-year പ്ലാൻ ആണ്? 5th 5-year പ്ലാൻ ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗരീബി ഹട്ടാവോ, പോവർട്ടി അലീവിയേഷൻ എന്ന് പറയുന്നത് 5th 5-year പ്ലാനിലാണ് ഫോക്കസ് കൊടുത്തത്. സോ അതുകൊണ്ട് തന്നെ വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത 5-year പ്ലാൻ ഏതാന്ന് പറയാൻ നമുക്ക് 5th 5-year പ്ലാൻ ആണ്. ഓക്കെ, സോ വേറെ രീതിയിൽ ചോദിച്ചു കണ്ടോ, സാധാരണ ഗരീബി ഹട്ടാവോ ഡയറക്റ്റ് അല്ലെങ്കിൽ പോവർട്ടി അലിവിയേഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇത് വീക്കർ സെക്ഷന് പ്രിഫറൻസ് കൊടുത്തതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് 5th 5-year പ്ലാൻ. റോളിംഗ് പ്ലാൻ വാസ് ഡിസൈൻ ഫോർ ദ പീരിയഡ്. ഏത് പ്ലാനിങ് പീരിയഡിലാണ് റോളിംഗ് പ്ലാൻ ഡിസൈൻ ചെയ്തത്? ദാറ്റ് ഇസ് 1978 to 83 ആണ് ഈ റോളിംഗ് പ്ലാന് കൊണ്ടുവന്നത്. ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാനിങ് സിസ്റ്റം ആണ് ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഓരോ 1 year പീരിയഡിലും നമ്മുടെ പ്ലാനിങ് എന്ത് ചെയ്യും, അസസ് ചെയ്യും. അതിനനുസരിച്ച് പ്ലാനിങ് നടപ്പിലാക്കുന്ന ഒരു പ്ലാനിങ് ആണ് റോളിംഗ് പ്ലാൻ. ഈ റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത് ആരുടെ ഐഡിയ ആണെന്ന് ചോദിച്ചാല് നമ്മുടെ ഗുണാർ മിർദാലാണ്. ഗുണാർ മിർദാലാണ് ഇവിടെ എഴുതാം. റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്തത് റോളിംഗ് പ്ലാൻ. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇറ്റ്സ് ബ്രോഡർ സെറ്റിംഗ് എന്ന് പറയുന്ന ബുക്കിലാണ്. ഇന്ത്യാസ് ഇക്കണോമിക് പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ബ്രോഡർ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ബുക്കിലാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. സോ ഈ ഗുണാർ മിർദാലിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഏഷ്യൻ ഡ്രാമ. ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന ബുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, വിച്ച് കമ്മിറ്റീസ് റെക്കമെൻഡേഷൻസ് ആർ ബീങ് ഫോളോഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് പോവർട്ടി ലൈൻ ഇൻ ഇന്ത്യ? ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് ഇന്ത്യയുടെ പോവർട്ടി ലൈൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദത്ത് കമ്മിറ്റി, ചെല്ലയ്യ കമ്മിറ്റി, ചക്രവർത്തി കമ്മിറ്റി, ലക്കടവാല കമ്മിറ്റി. ദത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിവ്യൂയിങ് ഇൻഡസ്ട്രിയൽ പോളിസി ലൈസൻസിങ്. ഇൻഡസ്ട്രിയൽ പോളിസി ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയൽ പോളിസി ലൈസൻസിങ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ദത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നത്. ദെൻ ചെല്ലയ്യ കമ്മിറ്റി എന്തായിരുന്നു? നമുക്കറിയാം ചെല്ലയ്യ എന്താണ് ഇത് കേട്ടാൽ തന്നെ ടാക്സ് റിഫോം കമ്മിറ്റി ഓർക്കണം. ഇന്ത്യൻ ടാക്സ് റിഫോംസ് കമ്മിറ്റിയില് ടാക്സ് റിഫോം കമ്മിറ്റി ടാക്സ് റിഫോംസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളാണ് ചെല്ലയ്യ എന്ന് പറയുന്നത്, രാജ ചെല്ലയ്യ. അടുത്തത് ചക്രവർത്തി കമ്മിറ്റി. ചക്രവർത്തി കമ്മിറ്റി എന്തിനായിരുന്നു? മോണിറ്ററി പോളിസി അല്ലെങ്കിൽ റിവ്യൂ ഓഫ് വർക്കിംഗ് ഓഫ് മോണിറ്ററി സിസ്റ്റം, മോണിറ്ററി പോളിസി, മോണിറ്ററി സിസ്റ്റം എന്നൊക്കെ പറയാം ചക്രവർത്തി കമ്മിറ്റി. ദെൻ ലക്കടവാല. സോ ആരായിരിക്കും ഇപ്പോ? ലക്കടവാലയാണ് അല്ലെ. ലക്കടവാലയാണ് എന്താ പോവർട്ടി ലൈൻ. 1993 ലക്കടവാല കമ്മിറ്റി വരുന്നത്. DT ലക്കടവാലയായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സോ അതില് പോവർട്ടി അർബൻ ഒരു കലോറി ഇൻടേക്കില് ബേസ് ചെയ്തിട്ടാണ് പോവർട്ടി ബിലോ പോവർട്ടി ലൈൻ ആണോ എബോ പോവർട്ടി ലൈൻ ആണോ എന്നുള്ളത് അവര് മെഷർ ചെയ്തത്. അതില് അർബണിന് 2400 കലോറിയും റൂറലിന് 2100 കലോറിയുമായിരുന്നു കലോറി ഇൻടേക്ക് ആയിരുന്നു. അപ്പം അതിന് താഴെയാണെങ്കിൽ ബിലോ പോവർട്ടി, അതിന് എബോ ആണെങ്കിൽ എബോ പോവർട്ടി എന്നുള്ള രീതിക്കായിരുന്നു അവർ പോവർട്ടി എസ്റ്റിമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലക്കടവാലയാണ് DT ലക്കടവാല 1993. Among the following who are eligible to benefit from Mahatma Gandhi National Rural Employment Guarantee Act? Option A നോക്കാം. Adult members only the scheduled caste and scheduled tribe households, adult members below poverty line households, adult members of all households, all backward communities, adult members of any households. അങ്ങനെ ഒരു ഇതില്ല അല്ലെ. അതായത് അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് എനി ഹൗസ്, 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും എന്താണ് ഈ
മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരം എലിജിബിൾ ആണ്. സോ 2005 ഈ ആക്ട് നിലവിൽ വരുന്നത്. 2005 MGNREGA വരുന്നത്. യെസ്. നെക്സ്റ്റ്, ഇന്ത്യ ഹാഡ് എ പ്ലാൻ ഹോളിഡേ. ഇന്ത്യ പ്ലാൻ ഹോളിഡേ പീരീഡ് ഏതായിരുന്നു? ആഫ്റ്റർ ചൈന ഇന്ത്യ വാർ ഓഫ് 1962, ആഫ്റ്റർ drought of 1966, after the liberalization of Bangladesh in 1971, after the Indian-Pakistan war in 1965. ഏത് ഇയറിലായിരുന്നു പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്? യെസ്, ആഫ്റ്റർ ദി ഇന്ത്യ-പാകിസ്ഥാൻ വാർ ഓഫ് ഇൻഡോ-പാക് വാർ ആണ്. എന്തിന് കാരണം? നമ്മുടെ പ്ലാൻ ഹോളിഡേക്ക് കാരണമായത്. ഓക്കെ, പ്ലാൻ ഹോളിഡേ വരാനുള്ള കാരണം. അപ്പൊ 19 എന്നായിരുന്നു പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞാല്? 1966 മുതലാണ്. 66 to 69 ആയിരുന്നു. 69 വരെയാണ് പ്ലാൻ ഹോളിഡേ. ഓക്കെ, സോ പ്ലാൻ ഹോളിഡേ എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs. സോ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.